ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ കാണാം. സിമ്പിളായിട്ട് അതുപോലെ തന്നെ ഈസി വേയിൽ നമുക്കൊരു ലഞ്ച് പ്രിപ്പറേഷൻ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ഫുഡ് ഐറ്റംസാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ തന്നെ അമ്മ ചോറിനുള്ളത് സെറ്റാക്കും കേട്ടോ. അമ്മയാണ് ചോറ് സെറ്റാക്കുന്ന ആൾ. അപ്പം അത് ഞാൻ പോയി നോക്കിയപ്പോൾ കുറച്ചും കൂടി ആവാനുണ്ടായിരുന്നു. അത് നോക്കി വന്നപ്പോൾ ഞാൻ അരിഞ്ഞ് വയ്ക്കാനുള്ളതൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞ് അപ്പോഴത്തേക്ക് അമ്മ മീൻ ക്ലീനൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ തേച്ച് അതാകുമ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനാകുമ്പോഴത്തേക്കും കുറച്ച് നേരമൊക്കെ മസാലയിൽ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പെരുംജീരകം ചതച്ചെടുത്തത്, പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് വേപ്പിൻ്റെ ഇടും. ഞാൻ സാധാരണ പുളി വെള്ളമാണ് ചേർക്കാറ്. ഞാൻ ഇന്ന് പുളി സോക്ക് ചെയ്യാൻ മറന്നുപോയി, അതുകൊണ്ട് വിനീഗർ ചേർത്തു. പിന്നെ നമുക്ക് നൈലമീനൊക്കെ ഇട്ടിട്ടുള്ളത്, അപ്പോൾ അത് വറുത്തരച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. നാളികേരം, ചെറിയുള്ളിയും വേപ്പിൻ്റെ ഇലയും ഇഞ്ചി, നമ്മൾ മീൻ വറുക്കുന്നേക്ക് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കുറച്ചുണ്ടായിരുന്നു, അപ്പോൾ അതും ലേശം ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്ത്. പിന്നെ ഇന്ന് വൈനൂന് പൂളി കൊടുക്കുന്ന ദിവസമായിരുന്നു. അപ്പം ഞാൻ കിച്ചണിലായിരുന്ന സമയത്ത് അവർ പോയി പൂളി കൊടുക്കാൻ വേണ്ടിയിട്ട്. വൈന് ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വാശി പിടിക്കും. ജ്യൂസ് നല്ല കുട്ടിയായിട്ട് കുടിക്കണട്ടാ. പിന്നെ അവർ പോയ ഗ്യാപ്പിൽ ഞാൻ കറിക്കുള്ളത് സെറ്റാക്കി. നമ്മൾ തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞ് നമ്മുടെ അടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി. ഞാനിത് അരിഞ്ഞ് വരുമ്പോഴത്തേക്കും അവരെത്തി. ജ്യൂസ് കുടിക്കാനെന്നുള്ള സന്തോഷത്തിൽ പോയ വൈകിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല മുഖത്ത്. പുളിയോ ചെയ്തതിൻ്റെ ഒക്കെ മാർക്ക് കാണിച്ചു തന്നിട്ട് അവൻ. അങ്ങനെ ഇതാവാം നമ്മൾ കറി ഉണ്ടാക്കാൻ തുടങ്ങിയായി. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, പിന്നെ നേരത്തെ നമ്മൾ അരച്ച് വെച്ചതും അരിഞ്ഞു വെച്ചതൊക്കെ ആയിട്ട് ചേർത്തു. പിന്നെ നമ്മൾ ഈ ഒരു കറിക്ക് എന്ന് വെച്ചാൽ സ്പെഷ്യൽ മാങ്ങ ഇട്ടിട്ടാണ് നമ്മൾ വയ്ക്കുന്നത്. നമുക്ക് മാങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ മാങ്ങയും കൂടി ഇട്ട് ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിന് പകുതി ഞാൻ തന്നെ കഴിച്ചു തീർക്കും. എനിക്ക് അങ്ങനത്തെ ഒരു അസുഖമുണ്ട്. പിന്നെ എനിക്ക് പച്ചമാങ്ങ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ രണ്ടുമൂന്നെണ്ണം കഴിക്കും. ഇതുപോലെ ഇടുമ്പോഴും ഞാൻ കഴിക്കും. ഇത് അത്ര വലിയ പുള്ളി ഇല്ലാത്തൊരു മാങ്ങയായിരുന്നു, അതുകൊണ്ട് നമുക്ക് നന്നായി കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങ. അപ്പോൾ ഞാനൊരു മാങ്ങയിട്ട് ഇതാ കറിയൊക്കെ ഇളക്കി സെറ്റാക്കി അടുപ്പത്ത് വെച്ചു. അപ്പോൾ നമ്മൾ ഉപ്പേരിക്കുള്ളത് സെറ്റാക്കുകയാണ്, വെണ്ടയ്ക്ക ഉപ്പേരി. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചപ്പോൾ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സവോളയും ചേർത്തിട്ടുണ്ടായിരുന്നു അതിൽ. അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് പിന്നെ വേപ്പിനയിലിട്ട് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. വെണ്ടയ്ക്ക് നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് അടച്ചു വെച്ചാൽ തന്നെ അത് കുക്കായി വരും. എനിക്ക് സത്യം പറഞ്ഞാൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്തതാണ് കേട്ടോ ഇഷ്ടം. എൻ്റെതായ സമയത്ത് എൻ്റെതായ രീതിയിൽ നല്ല എൻജോയ് ചെയ്തിട്ട് കുക്കിംഗ് ചെയ്യണം, എനിക്കതാണ് ഇഷ്ടം. ഞാൻ അത്ര വലിയൊരു സ്പീഡി പേഴ്സണൊന്നുമല്ല, കുറച്ച് സ്ലോ ആയിട്ടാണ് ഞാൻ എൻ്റെ കുക്കിംഗ് കൊണ്ടുപോവുക. എന്ന ടൈമിൽ ആകുമ്പോഴത്തേക്കും ഞാനത് തീർക്കുകയും ചെയ്യും. ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്യാനാണ് എനിക്കിഷ്ടം. ഒരു ഹറിബറി ആയിട്ട് ചെയ്യാൻ എനിക്കിഷ്ടമില്ല, എന്നാൽ വേഗം കഴിയും വേണം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എൻ്റെതായ രീതിയിൽ എനിക്ക് എപ്പോഴും ഒറ്റയ്ക്ക് കിച്ചണിൽ നിൽക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ഇത്. അങ്ങനെ നമ്മൾ കറി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ടായിരുന്നു. അപ്പം ലേശം 2-3 കടം നമ്മുടെ പുളി ഉണ്ടായിരുന്നു, ആ പുളി ചേർത്തു. കുടംപുളിയാണ് കേട്ടോ, എനിക്ക് പേര് കിട്ടിയിരുന്നില്ല, കുടംപുളി ചേർത്തു. പിന്നെ നമ്മൾ അയലമീനൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കറി സെറ്റാക്കാൻ വെച്ച്. എന്നെ കുക്കിംഗ് പഠിക്കുന്നത് എൻ്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നാട്ടോ. അമ്മൂമ്മയാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറുപ്പം മുതലല്ല, ഒന്ന് വലുതായ മുതലേ അമ്മൂമ്മ കിച്ചണിലോട്ട് എന്നെ വിളിക്കും. പിന്നെ എനിക്ക് അന്ന് മുതലേ ഇഷ്ടമാണ് കുക്കിങ്ങും, പുതിയതായിട്ട് ഓരോന്ന് പരീക്ഷിക്കാനും ഉണ്ടാക്കി കഴിക്കാനും ഓരോരുത്തർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പോഴും അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യലായിട്ട് ഓരോന്ന് ഉണ്ടാക്കിയിട്ട് ഓരോരുത്തർക്ക് സെർവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും പരീക്ഷണങ്ങൾ ചെയ്യും. ചിലപ്പോൾ വൻ ഫ്ലോപ്പായി പോവും, എന്നാലും എനിക്കത് ഇഷ്ടമാണ്. പിന്നെ ചെറിയുള്ളിയും എണ്ണയിലൊക്കെ ഇട്ട് വറുത്ത് മൂപ്പിച്ച് അതിൽ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് നമ്മൾ കറിയിൽ ഒഴിച്ചു. അപ്പോൾ നമ്മൾ കറി സെറ്റായി, ഓക്കെയാണ്, പക്കയാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് പിന്നെ നമ്മൾ അതിൽ വറുക്കാനായി എണ്ണ ചൂടാക്കാൻ വെച്ചു. നമ്മൾ ഉള്ളി വറവിട്ട എണ്ണയിൽ തന്നെയാണ്, ചട്ടിയിൽ തന്നെയാണ് ഓരോ മീനായിട്ട് ഇട്ടു.
സാധാരണ എൻ്റെ കൂടെ കിച്ചണിൽ വൈനും ഉണ്ടാവാറുണ്ട്. ഇന്ന് വൈൻ ഫുൾ ബിസിയാണ്. ഏട്ടനും അനിയനൊക്കെ ഉള്ള കാരണം അവരൊപ്പം വൈന് കളിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വൈനുവിനെ എവിടേക്കൊന്നും കാണാനില്ല. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം ഉണ്ടാവാറുണ്ട് ആൾ. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പപ്പടം കാച്ചിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായി ചോറും പപ്പടം, ഉപ്പേരി, മീൻ വറുത്തതും അതുപോലെ മീൻ കറിയും, മാങ്ങയിട്ട് വെച്ച അയിലക്കറിയും കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫുഡ്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു ലഞ്ച് ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.